ഒരു ബോളിനെ മുകളിലേക്ക് എറിയുമ്പോൾ ഇങ്ങനെയൊരു പാതയിലായിരിക്കില്ല, മറിച്ച് ഇങ്ങനെയൊരു പരാബോളിക് പാത്തിലൂടെയായിരിക്കും അത് സഞ്ചരിക്കുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണത്താലാണ് ഈ രീതിയിലൊരു സഞ്ചാരപാത ബോളിന് ലഭിക്കുന്നത്. ബോളിനെ ഒരു നിശ്ചിത ആംഗിളിൽ എറിയുമ്പോൾ അതിന് ഹൊറിസോണ്ടൽ വെലോസിറ്റിയും ഒരു വെർട്ടിക്കൽ വെലോസിറ്റിയും ലഭ്യമാവുന്നു. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വെർട്ടിക്കൽ ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്ന കാരണത്താൽ അതിനെ ബോളിന്റെ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റിന് ഒരു മാറ്റം വരുത്താൻ സാധിക്കുന്നു. എന്നാൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഇല്ലാത്തതിനാൽ ഹൊറിസോണ്ടൽ വെലോസിറ്റിക്ക് മാറ്റമൊന്നും സംഭവിക്കില്ല. ഒരു ചെറിയ സമയ ഇടവേളയിൽ ഒബ്ജക്റ്റ് സഞ്ചരിച്ച ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ റിസൾട്ടന്റ് ഇങ്ങനെയാണ് വരുന്നത്. ഒബ്ജക്റ്റ് സഞ്ചരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന് ചേഞ്ച് വരാത്തതിനാൽ തുല്യ സമയ ഇടവേളയിൽ ഒബ്ജക്റ്റ് സഞ്ചരിക്കുന്ന ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. പക്ഷേ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണത്താൽ വെലോസിറ്റിയുടെ വെർട്ടിക്കൽ കമ്പോണന്റിന് ഡിക്രീസ് സംഭവിക്കുന്നുണ്ട്. ആയതിനാൽ ഈ ടൈം ഇന്റർവെല്ലിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കുറവായിരിക്കും. ഒബ്ജക്റ്റിന്റെ സഞ്ചാരം ഇങ്ങനെ തുടരുമ്പോൾ അത് ഒരു കർവ്ഡ് പാത്തിലൂടെ സഞ്ചരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. വെർട്ടിക്കൽ വെലോസിറ്റി കുറഞ്ഞ് 0 ആവുന്ന സമയത്ത് ഒബ്ജക്റ്റ് അതിന് എത്താവുന്നതിന്റെ മാക്സിമം ഹൈറ്റിലായിരിക്കും എത്തിയിട്ടുണ്ടാവുക. ഈ പോയിന്റിൽ ഒബ്ജക്റ്റിന് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ആ പോയിന്റിന് ശേഷം ഒബ്ജക്റ്റിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ഒബ്ജക്റ്റ് ഡിസെൻഡ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ ഡിസെൻഡ് ചെയ്യുന്ന സമയത്ത് വെർട്ടിക്കൽ വെലോസിറ്റിയും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും സെയിം ഡയറക്ഷനിലായതിനാൽ ഒബ്ജക്റ്റിന്റെ വെർട്ടിക്കൽ വെലോസിറ്റി കൂടി വരുന്നു. അങ്ങനെ ഇതായിരിക്കും ഒബ്ജക്റ്റ് ചേസ് ചെയ്യുന്ന ഫൈനൽ ഷേപ്പ്. ഈ ട്രജക്ടറിയുടെ ഷേപ്പിനെ പരബോള എന്ന് വിളിക്കുന്നു.